മുസ്ലിം ലീഗിൽ നിയമസഭാ സീറ്റിനായി വനിതാ ലീഗ് നേതാക്കളുടെ സമ്മർദ്ദം. പരസ്യ പ്രസ്താവനകളും തമ്മിലടിയും വേണ്ടെന്ന പാണക്കാട് സാദിഖലി തങ്ങളുടെ നിർദ്ദേശം. പട്ടികയിൽ മുസ്ലിം ലീഗ് നാഷണൽ അസിസ്റ്റന്റ് സെക്രട്ടറി ജയന്തി രാജനും വനിതാ ലീഗ് സംസ്ഥാന അധ്യക്ഷ സുഹറ മമ്പാടും. നിയമസഭാ സീറ്റിനായി അരഡസൻ നേതാക്കൾ പാണക്കാട് തങ്ങളെയും പി.കെ. കുഞ്ഞാലിക്കുട്ടിയെയും മാറി മാറി കണ്ടു. സീറ്റ് പ്രതീക്ഷിച്ചിരുന്ന ഹരിത നേതാക്കൾ ഫാത്തിമ തഹ്ലിയ, നജ്മ തബ്ഷിറ, മുഫീദ തസ്നി, ഐഷ ബാനു തുടങ്ങിയവരെല്ലാം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു വിജയിച്ചു. ജയന്തി രാജൻ, നൂർബിന റഷീദ്, സുഹറ മമ്പാട് തുടങ്ങി 6 പേരാണ് സീറ്റിനായി പരിശ്രമിക്കുന്നത്. ജയന്തി രാജനും സുഹറ മമ്പാടും സാധ്യതാ പട്ടികയിലുണ്ട്. ഏറനാട്ട് നിന്ന് പി.കെ. ബഷീർ മഞ്ചേരിയിലേക്ക് മാറുകയാണെങ്കിൽ ജയന്തി രാജന് പരിഗണിച്ചേക്കും. കെ.പി.എ. മജീദ് ഒഴിയുന്ന തിരൂരങ്ങാടിയിലാണ് സുഹറ മമ്പാടിന് താൽപര്യം. സീറ്റുകളിൽ മാറ്റമുണ്ടായേക്കും. പരമാവധി 2 സീറ്റിൽ വനിതകളെ മത്സരിപ്പിക്കാനാണ് ലീഗ് നേതൃത്വത്തിൽ നടക്കുന്ന ചർച്ചകൾ. ഒരു സീറ്റ് ലീഗ് ദേശീയ അസിസ്റ്റന്റ് സെക്രട്ടറിയും ദളിത് പ്രതിനിധിയുമായ ജയന്തി രാജന് നൽകണമെന്ന് പാണക്കാട് സാദിഖലി തങ്ങൾ താൽപര്യമറിയിച്ചിട്ടുണ്ട്. സീറ്റ് ആവശ്യപ്പെട്ട് ആരും കാണേണ്ടെന്ന സാദിഖലി തങ്ങളും പരസ്യ പ്രസ്താവനകൾ നടത്തരുതെന്ന് നേതൃത്വവും അറിയിച്ചു. 2021 കോഴിക്കോട് സൗത്തിലാണ് ലീഗിലെ ഏക വനിതാ സ്ഥാനാർത്ഥി നൂർബിന റഷീദ് മത്സരിച്ചത്. സിറ്റിംഗ് സീറ്റിൽ തോറ്റുപോയതിനാൽ കോഴിക്കോട് സൗത്ത് വനിതകൾക്ക് നൽകിയാലും നൂർബിന റഷീദ് ഉണ്ടാവില്ല. കൈരളി ന്യൂസ്, മലപ്പുറം.